ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം മുഴുവനുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഡിവൈൻ വോയിസ് എന്ന വചന ശുശ്രൂഷാ വേദിയിലേക്ക് ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 21-ാം വാക്യം, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. ആരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന് ഈശോ ഈ വചനത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും എന്ന്. ദൈവവചനമനുസരിച്ച് ആരെല്ലാം ജീവിക്കുന്നുവോ അവരെല്ലാവരും യേശുവിൻ്റെ അമ്മയാകാനും സഹോദരനാകാനും സഹോദരിയാകാനും വിളിക്കപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇന്ന് ദൈവവചനത്തിന് പ്രാധാന്യം കൊടുക്കാതെ മക്കളെ വളർത്തുകയും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ട എല്ലാ സ്വാതന്ത്ര്യവും കൊടുത്ത് അവരെ വഷളാക്കി കളയുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ തലമുറകളെ ഓർത്ത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ പല മാതാപിതാക്കളും പറയാറുണ്ട്, സിസ്റ്ററെ, എനിക്ക് പേടിയാണ്, എൻ്റെ മക്കളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയില്ല, എങ്ങനെയാണ് അവരുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്നെനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റയൊരു കാര്യം മാത്രം മാതാപിതാക്കളായ നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ഈ മക്കളെ ദൈവമാണ് എനിക്ക് തന്നതെങ്കിൽ ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായി, ഞാൻ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായി എൻ്റെ ദൈവത്തിന് എൻ്റെ മക്കളുടെ മേല് ശ്രദ്ധയുണ്ട്, കരുതലുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായിട്ട്, നമ്മുടെ മക്കളെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് പഠിപ്പിക്കുവാനും വളർത്തുവാനും നമ്മൾ തയ്യാറാകണം. ചിലരുണ്ട് അമിതമായിട്ട് ഇന്ന് ലാളിച്ച് എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖങ്ങളും മക്കൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കും. പക്ഷേ അവസാനം അവർക്ക് മക്കളെ പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു കൊച്ചിനെയും കൊണ്ട് അമ്മയും അപ്പനും കൂടി ധ്യാനിക്കുവാനായിട്ട് വന്നു. അപ്പോൾ അപ്പനും അമ്മയും പറഞ്ഞത് ഇതാണ്, സിസ്റ്റർ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ്, പക്ഷേ അവനിപ്പോൾ സ്കൂളിൽ പോകത്തില്ല, അവന് ഫുൾ ടൈം മൊബൈൽ മതി. ഞങ്ങൾ അവൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് മൊബൈല്. ഫുൾ ടൈം അവനിങ്ങനെ മൊബൈൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ ആ മകൻ പറയുകയാണ്, സിസ്റ്ററെ, എനിക്ക് മൊബൈൽ മതി, ഞാൻ വീട്ടിലിരുന്ന് പഠിച്ചോളാം, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. നോക്കുക, കുട്ടികളുടെ മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ. എന്തിനാണ് ഞാൻ സ്കൂളിൽ പോകുന്നതെന്നോ എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് പോലും കുഞ്ഞുങ്ങളിന്ന് മറന്നു പോവുകയാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് ആരായി തീരണമെന്നാണ് ആഗ്രഹം? അപ്പോഴവൻ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു യൂട്യൂബ് ചാനലുകാരനായാൽ മതി, അതിൽ കൂടി എനിക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടും, ഞാൻ അതിൽ കൂടി ജീവിച്ചു കൊള്ളാം, അതാണ് എൻ്റെ ലക്ഷ്യമെന്ന്. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഇത്രമാത്രം മൊബൈലിന് ഈ കുഞ്ഞുങ്ങൾ അഡിക്റ്റ് ആകാനുള്ള കാരണം ഞാൻ ആ മകനോട് കുറച്ചും കൂടി ആഴത്തിൽ സംസാരിച്ചപ്പോൾ ആ കൊച്ചു പറയുകയാണ്, എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനൊരു മോനാ, എന്നിട്ട് പോലും എന്നെ ഒന്ന് സ്നേഹിക്കാൻ, എന്നെ ഒന്ന് ശ്രദ്ധിക്കാൻ അവർക്ക് താല്പര്യമില്ല. വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെന്നെ ഡേ കെയറിൽ കൊണ്ടുപോയി വിട്ടു. അവരെന്നെ വല്ലപ്പോഴും വന്ന് എനിക്ക് ഇച്ചിരി പാല് തന്നിട്ട് പോകും, അതല്ലാതെ അവർക്കൊരു സ്നേഹവുമില്ല എന്ന്. നോക്കുക കുഞ്ഞുങ്ങളുടെ ചിന്തകൾ. എന്നാൽ ഇത് എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഉത്തരവാദിത്വമാണ്, അത് എനിക്ക് വേണ്ടിയിട്ടാണ് അവരധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നതെന്നോ ഇതൊന്നും മക്കൾ മനസ്സിലാക്കുന്നില്ല. മക്കൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധ്യവുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുമ്പോൾ നമ്മുടെ കഷ്ടപ്പാടും നമ്മുടെ ദുരിതങ്ങളും നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എങ്ങനെ മക്കൾ വളരണമെന്നും മൊബൈലല്ല ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാം ആയെന്ന് നമ്മൾ കരുതരുത്. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം കിട്ടിയെന്നാണ് മക്കളുടെ.
എന്തു സന്തോഷമാണ് ചില കുഞ്ഞുങ്ങൾക്ക് ആ മൊബൈൽ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഊണില്ല, ഉറക്കമില്ല, ഒന്നും വേണ്ട. മുഴുവൻ സമയം അതിൽ നോക്കി തന്നെ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ജീവിക്കുന്നത് നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ദൈവവചനമനുസരിച്ച് മക്കളെ നമ്മൾ പഠിപ്പിക്കാനായിട്ട് തയ്യാറാകണം. നമ്മൾ ജീവിതത്തിൽ മക്കൾക്ക് വചനം പഠിപ്പിക്കുക, ഓരോ ദിവസവും വചനം പറഞ്ഞു കൊടുക്കുക, ബൈബിൾ വായിപ്പിക്കാൻ തയ്യാറാകുക, വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തിലും മക്കളെ ശിക്ഷിക്കുന്ന കാര്യത്തില്, മക്കളെ പരിശീലനം കൊടുക്കുന്ന കാര്യത്തിലും മാതാപിതാക്കള് പ്രത്യേകം ശ്രദ്ധിക്കണം. പണ്ടുണ്ടായിരുന്ന മാതാപിതാക്കള് എത്രയോ കരുതലോടുകൂടിയാണ് അവരൊക്കെ മക്കളെ വളർത്തിയത്. 5, 6, 8, 10 ഒക്കെ മക്കളുള്ളവരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഒരു കുഞ്ഞുള്ള ആ കുഞ്ഞിനെ പോലും വളർത്താൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കളുണ്ട്. അവരെ കഠിനമായ ശിക്ഷണത്തിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഇന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഒരു കൊച്ച്, ഒരേ ഒരു മോളാണ്. ആ മോള് പറയുകയാണ്, സിസ്റ്ററെ എനിക്ക് ഭയങ്കര പേടിയാണ്, ആകുലതയാണ്, അസ്വസ്ഥതയാണ്. എന്താ കാരണം? ആ കുഞ്ഞിനെ ഗർഭിണിയായിരുന്ന സമയത്ത് ആ മാതാപിതാക്കള് ഈ കുഞ്ഞിനെ ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് തീരുമാനിച്ചു. കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ വേണ്ടി അമ്മയെ നിർബന്ധിച്ചു. അപ്പനും മാതാപിതാക്കളും നിർബന്ധിച്ചു. അമ്മയുടെ ഒരു മൽപ്പിടുത്തത്തില്, അമ്മയുടെ നിർബന്ധത്തിലാണ് ഈ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. അപ്പോൾ അമ്മ അനുഭവിച്ച ആ വേദനകള്, തിരസ്കരണങ്ങള്, നിന്ദനങ്ങള്, ഒരു കുഞ്ഞ് ഈ ലോകത്തിലേക്ക് പിറക്കുവാനായിട്ട് ഈ കുഞ്ഞിന്റെ ചുറ്റുപാടുമുള്ള അപ്പനും സഹോദരങ്ങളും മാതാപിതാക്കളൊന്നും തയ്യാറാകാതെ വന്നപ്പോൾ, ആ കുഞ്ഞിനെ വേണ്ട രീതിയിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വെൽക്കം ചെയ്യാതെ വന്നപ്പോൾ, ആ കുഞ്ഞനുഭവിച്ച, ആ അമ്മയിൽ നിന്ന് അനുഭവിച്ച മാനസിക പീഡകളാണ് ഇന്ന് ആ കുഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവത്തിനുടമയായി തീർന്നു. അമ്മയോട് ദേഷ്യം, അപ്പനോട് ദേഷ്യം, എല്ലാ തരത്തിലും നന്നായിട്ട് പഠിക്കും, നല്ല ബുദ്ധിയുണ്ട്, നല്ല കഴിവുണ്ട്. പക്ഷേ വീട്ടിൽ വന്നാൽ കൊച്ചിനെ കൊണ്ട് അവർക്ക് ഒരു തരത്തിലും മകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരു കുഞ്ഞിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വളർത്തണമെന്ന്, അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ഏത് രീതിയിൽ വളർത്തണമെന്ന് ഒരു മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ അതുപോലെ ജീവിക്കണം. നമ്മൾ അതുപോലെ ജീവിക്കുമ്പോഴാണ് ആ മാതാപിതാക്കളുടെ ജീവിത രീതികള്, വിശ്വാസവും പ്രാർത്ഥനയും അവരുടെ നന്മയും അവരുടെ സ്വഭാവത്തിന്റെ സൽഗുണങ്ങളാണ് കുഞ്ഞുങ്ങളിലേക്ക് കടന്നു വരുന്നത്. മക്കൾ ഒരു വശത്തു കൂടി നന്നാകണം, അപ്പനും അമ്മയും വേറൊരു വശത്തു കൂടി മോശമായി ജീവിച്ചാൽ നമ്മുടെ പാപ സാഹചര്യങ്ങളും നമ്മളുടെ ജീവിത സാഹചര്യങ്ങളും മക്കളെ സ്വാധീനിക്കും. അതുകൊണ്ട് മാതാപിതാക്കളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കുഞ്ഞിന് നല്ല വിശ്വാസത്തിലും സ്നേഹത്തിലും വളർത്തണമെന്ന്, ദൈവവിശ്വാസത്തിൽ വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഒരുങ്ങി തങ്ങളുടെ പാപത്തെയും പാപസാഹചര്യത്തെയും ഉപേക്ഷിച്ച് നല്ലൊരു കുമ്പസാരം നടത്തി വിശുദ്ധമായ ഒരു ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോഴാണ് കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 11-ാം അധ്യായം 16-ാം വാക്യത്തില്, വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും പരിശുദ്ധമായിരിക്കും. അതെ, മാതാപിതാക്കള് വിശുദ്ധിയിലും പരിശുദ്ധിയിലുമാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതെങ്കിൽ, മാതാപിതാക്കള് വിശുദ്ധിയിലും പരിശുദ്ധിയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ, അത് മക്കളും നല്ല കുഞ്ഞുങ്ങളായി, മലാഹ കുഞ്ഞുങ്ങളായി അവരും വളർന്നു വരും. എന്നാൽ ജഡികമായ ആസക്തികളാൽ അടിമപ്പെട്ട് തൻ്റെ ജഡിക താല്പര്യത്തിനു വേണ്ടി ഏതെങ്കിലും തരത്തില് സ്വന്തം മനസ്സില്ലാതെ മാതാപിതാക്കൾ, ഭാര്യയും ഭർത്താവും താല്പര്യമില്ലാതെ, പരസ്പരം സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ നിർബന്ധത്തിന് വഴങ്ങിയും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടും ആ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ തരത്തിലുള്ള തിന്മയുടെ സ്വാധീനങ്ങൾ അവരിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുമ്പോൾ
വിശുദ്ധരായി വിശുദ്ധിയിലാണ് മാതാപിതാക്കൾ ജന്മം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 2 മക്കളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. മക്കളുടെ സ്വഭാവ ഗുണങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഏത് അവസരത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തതെങ്കിൽ ആ സ്വഭാവങ്ങളും ആ നന്മയും വിശുദ്ധിയും ആ കുഞ്ഞുങ്ങളിൽ കാണാൻ സാധിക്കും. ഒരിക്കലൊരു വീട്ടില് ഭവന സന്ദർശനത്തിന് ചെന്നപ്പോൾ മൂത്ത കൊച്ച് ഓടി വന്ന് ഞങ്ങൾക്ക് സ്തുതിയും ഒക്കെ തന്നു, വിഷ് ചെയ്തു, വീട്ടിലേക്ക് വെൽക്കം ചെയ്തു. രണ്ടാമത്തെ കൊച്ച് ദേഷ്യപ്പെട്ട് എന്തോ പിറുപിറുത്തുകൊണ്ട് ഉള്ളിലേക്ക് കയറിപ്പോയി, വിളിച്ചിട്ടൊന്നും വരുന്നില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ, മൂത്ത മോൻ നല്ല മിടുക്കനാണല്ലോ, രണ്ടാമത്തെ കൊച്ചിന് എന്തു പറ്റി? അപ്പോഴാണ് ആ അപ്പച്ചൻ രഹസ്യമായിട്ട് പറയുകയാണ്, സിസ്റ്ററെ, അത് എൻ്റെ സ്വഭാവമാണ് അവൻ കാണിക്കുന്നതെന്ന്. കാരണം ഞാൻ നല്ല വിശ്വാസത്തിലും പ്രാർത്ഥനയിലൊക്കെ ആയിരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ മൂത്ത കൊച്ച് ജനിച്ചത്. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ കൂട്ടുകെട്ടിലൊക്കെ പെട്ട് അല്പം മദ്യപിക്കുവാനും മോശമായ ജീവിത സാഹചര്യങ്ങളും എന്നിലില്ലാത്ത എല്ലാ എന്നിൽ എല്ലാ തരത്തിലുള്ള പാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഈ കുഞ്ഞ് ജനിച്ചത്. അതുകൊണ്ട് അതിൻ്റെതായ സ്വഭാവ വൈകല്യങ്ങളൊക്കെ ഇന്ന് ആ മകനിലുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റെ തെറ്റുകളൊക്കെ ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കുഞ്ഞിനും കൂടി ജന്മം കൊടുക്കുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ മക്കളെ തല്ലും, മക്കളെ വഴക്ക് പറയും, ചീത്ത പറയും. അവരെന്താ ഇങ്ങനെയായി പോയത്? ചില അമ്മമാര് പറയാറുണ്ട്, ഇത് 3 അല്ലെങ്കിൽ ഇത് 2 എൻ്റെ വയറ്റിൽ തന്നെയാണോ പറഞ്ഞത്? മൂത്തത് നല്ലത്, ഇളയത് മോശം. ചിലപ്പോൾ ഇളയത് നല്ലത്, മൂത്തത് മോശം. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചില അമ്മമാര് സ്വയം പഴിക്കാറുണ്ട്. ചിലപ്പോൾ മക്കളെ കുറ്റപ്പെടുത്താറുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചും സ്വന്തം മക്കളുടെ മുമ്പിൽ വെച്ചും മാതാപിതാക്കള് നിങ്ങളുടെ മക്കളെ തരംതിരിച്ച് അവരുടെ സ്വഭാവ വൈകല്യങ്ങളെ ഓർത്ത് പരസ്യമായിട്ട് അവഹേളിക്കരുത്, നിന്ദിക്കരുത്, അവരെ മാറ്റി നിർത്തരുത്. കാരണം സ്വയം ഒരു ആത്മപരിശോധന ചെയ്യുക. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് ഇപ്രകാരമായി തീർന്നത്? ഞാൻ ഏത് സാഹചര്യത്തിലാണ്, ഏത് മനോഭാവത്തിലാണ്, ഞാൻ എങ്ങനെയാണ് ഈ കുഞ്ഞിന് ജന്മം കൊടുത്തത് എന്ന് മാത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. കുഞ്ഞുങ്ങളെ അടിക്കാനോ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അവരെ ശിക്ഷിക്കണം, സ്നേഹിക്കണം. അത് എങ്ങനെയായിരിക്കണം? ദൈവവചനമനുസരിച്ച്. അവർ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെ സ്നേഹത്തോടെ ശാസിച്ച് ആ തെറ്റിൽ നിന്ന് അവരെ മോചിപ്പിച്ച് അവരെ തിരുത്തുക. അതല്ലാതെ നിങ്ങളുടെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വടി ഒടിയുന്നത് വരെയോ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന ചില മാതാപിതാക്കൾ ഇപ്പോഴുമുണ്ട്. കുറെ പേർക്കൊക്കെ മാറ്റം വന്നാലും ചിലരൊക്കെ ഇപ്പോഴും ആ പഴയ രീതികളിൽ അല്ലെങ്കിൽ തങ്ങളുടെ ദേഷ്യവും കോപവും മുഴുവനും മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ മക്കളുടെ മുമ്പിൽ വെച്ച്, ഇപ്പോൾ അമ്മ തല്ലുമ്പോൾ അപ്പം പോയി സൈഡ് പറയും. ചില വീട്ടിൽ അങ്ങനെയാണ്. അപ്പം തല്ലുമ്പോൾ അമ്മ പോയി സൈഡ് പറയും. ഒരിക്കലും നിങ്ങൾ ആ ഒരു രീതിയിൽ കുഞ്ഞുങ്ങളെ വളർത്തരുത്. മാതാപിതാക്കളായ നിങ്ങൾ ആദ്യം പരസ്പരം ഒന്നിച്ചും സ്നേഹത്തിലുമായിരിക്കണം. അമ്മ തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അപ്പൻ അതിൻ്റെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞത്, അല്ലെങ്കിൽ എന്തിനാണ് അമ്മ ശിക്ഷിച്ചത്, അതിൻ്റെ കാര്യം വ്യക്തമാക്കി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കണം. അപ്പോഴാണ് അവർക്ക് പരസ്പരം മാതാപിതാക്കളുടെ സ്നേഹവും കൂട്ടായ്മയും മനസ്സിലാക്കുന്നത്. ഇത് പല വീട്ടിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ വഴക്ക് പറയും, ഒരാൾ ലാളിക്കും. അപ്പോൾ പരസ്പരം മാതാപിതാക്കൾ തമ്മിൽ തല്ലാണ് മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾ ചെയ്ത വഴക്കിനെ അല്ലെങ്കിൽ മക്കൾ ചെയ്ത തെറ്റിനെ ചൊല്ലി മാതാപിതാക്കളാണ് പരസ്പരം കലഹിക്കുന്നത്. ഇത് നമ്മൾ അവസാനിപ്പിക്കണം. പരസ്പരം പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു കൊച്ച് തെറ്റ് ചെയ്തു എന്ന് കണ്ടെത്തിയാൽ ആ കുഞ്ഞിനെ ഏത് രീതിയിൽ തിരുത്തണം എന്നുള്ളത് മാതാപിതാക്കൾ ഒന്നിച്ചാലോചിച്ച് വേണം പറഞ്ഞു കൊടുക്കേണ്ടത്. ശാന്തമായിരിക്കണം. ഒരിക്കലൊരു പെങ്കൊച്ച് മോശമായ അവിഹിത ബന്ധത്തിൽപ്പെട്ട് പിടിക്കപ്പെട്ട് വീട്ടിൽ കൊണ്ടുവന്നു. കുഞ്ഞിനെ കുറച്ചു നേരം ആ കൊച്ചു വാതിലടച്ച് മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതിനുശേഷം
ഇവർ 2 ദിവസങ്ങൾ കഴിഞ്ഞ് മാതാപിതാക്കൾ പ്രാർത്ഥിച്ചൊരുങ്ങി കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ആ കൊച്ചനോട് പറയുകയാണ്, സിസ്റ്ററെ, ഞാൻ ഈ തെറ്റ് ചെയ്തു. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും എന്നോട് ഭയങ്കര വിശ്വാസമായിരുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും അവരെന്നെ എല്ലായിടത്തും വിടുമായിരുന്നു. എനിക്കെല്ലാ സ്വാതന്ത്ര്യം തരുമായിരുന്നു. പക്ഷേ ഞാൻ ആ വിശ്വാസം വഞ്ചിച്ച് ഇന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടും എൻ്റെ അപ്പനും അമ്മയും എന്നെയൊന്ന് തല്ലിയില്ല, എന്നെയൊന്ന് നുള്ളി നോവിച്ചില്ല. എന്നെയൊന്ന് അടിച്ചായിരുന്നെങ്കിൽ, എന്നെയൊന്ന് വഴക്ക് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വേദനയില്ലായിരുന്നുവെന്ന്. നോക്കുക, ആ മാതാപിതാക്കള് പ്രാർത്ഥിച്ച് ശാന്തമായിട്ടിരുന്ന് ആ കുഞ്ഞിന് വന്നുപോയ തെറ്റിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടാണ് അവർ തയ്യാറായത്. അതുകൊണ്ട് ആ കൊച്ച് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ കുഞ്ഞ് ചെന്ന് തെറ്റേറ്റു പറഞ്ഞു. പപ്പ, എനിക്ക് തെറ്റുപറ്റി. ഞാൻ പപ്പയോടും മമ്മിയോടും അവിശ്വസ്തത കാണിച്ചു. പപ്പയുടെയും മമ്മിയുടെയും കണ്ണിൽ നിന്നൊഴുകുന്ന കണ്ണുനീരാണ് ആ കൊച്ചിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചത്. എന്നാൽ ചില മാതാപിതാക്കൾ ചെയ്യുന്ന രീതി എന്താണെന്ന് നമുക്കറിയാം. ഒരു കുഞ്ഞ് തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഉടൻ തന്നെ കയ്യിൽ കിട്ടുന്ന എന്താണെങ്കിലും വെച്ച് അതിനെ അടിക്കാനും ഉപദ്രവിക്കുവാനും ശിക്ഷിക്കുവാനും പീഡിപ്പിക്കുവാനും ചില മാതാപിതാക്കൾ തയ്യാറാകും. അവരൊരിക്കലും ആ തെറ്റ് അവസാനിപ്പിക്കുകയില്ല. അവരതിൽ നിന്ന് മാറാൻ തയ്യാറാവുകയില്ല. അവർ വീണ്ടും ഏതെങ്കിലും തരത്തിൽ അവസരം കിട്ടുമ്പോൾ വീണ്ടും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാൻ തയ്യാറാകും. എന്നാൽ മാതാപിതാക്കളായ നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കണം, ഇന്ന് യുവതലമുറകള്, യുവതി യുവാക്കള് വളർന്നു വരുന്ന പ്രായമാണ്. ചില മാതാപിതാക്കൾ പറയാറുണ്ട്, സിസ്റ്ററെ, 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ എൻ്റെ മോനും മോളും അപ്പനും അമ്മയും പറയുന്നതൊക്കെ അനുസരിക്കും. നല്ല സ്നേഹമായിരുന്നു. ഓടി വരും, എന്നെ കെട്ടിപ്പിടിക്കും, എല്ലാം തുറന്നു പറയും, ഷെയർ ചെയ്യുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ 10ാം ക്ലാസ് കയറിയതേ ഉള്ളൂ, കൊച്ചിന് ഭയങ്കര ദേഷ്യമാണ്, ഒന്നും സംസാരിക്കുന്നില്ല. അവൻ എപ്പോഴും കൂട്ടുകാരുടെ കൂട്ടത്തിലാണ്, അല്ലെങ്കിൽ അവൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെയാണ്. എന്നോടൊന്നും ഷെയർ ചെയ്യുന്നില്ല, എന്നെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള പരാതികൾ പല മാതാപിതാക്കളും പറയാറുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഹോർമോൺസും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ പ്രായമാകുമ്പോൾ അവർ സ്വയമേ മാതാപിതാക്കളിൽ നിന്ന് അകലുന്ന ഒരു സമയമാണ് ഈ വളർച്ചയുടെ കാലഘട്ടം. ആ ഒരു കാലഘട്ടം വരുമ്പോൾ നിങ്ങളിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മക്കൾ വഴിമാറി പോകുന്നത്, തന്നിൽ നിന്ന് അകന്നു പോകുന്നത്? ഓട്ടോമാറ്റിക്കായി അവരിൽ തന്നെ, അവരുടെ ശരീരം തന്നെ, അവരുടെ മനസ്സ് തന്നെ അവരെ പല സാഹചര്യങ്ങളിൽ നിന്നും അകറ്റി നിർത്തും. അപ്പോൾ പഴയതുപോലെ ഓടി വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുവോ അപ്പനെ കെട്ടിപ്പിടിക്കുവോ അപ്പൻ്റെ കൂടെ കിടക്കാനോ അമ്മയുടെ കൂടെ കിടക്കാനൊക്കെ അല്പം മടി കാണിക്കും. കാരണം അവരുടെ ശരീരത്തിൻ്റെ വളർച്ചയുടെ ആ കാലഘട്ടത്തിൽ അവർക്ക് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ഒരു വിവേകമനുസരിച്ച് അവർ അറിയാതെ തന്നെ അവരല്പം മാതാപിതാക്കളിൽ നിന്ന് അകന്ന് ചിന്തിക്കാൻ തുടങ്ങും. അവർ സ്വയം തീരുമാനമെടുക്കാൻ തുടങ്ങും. ഈ ഒരു പ്രായത്തിലും വേണ്ട വേണ്ട, നീ തീരുമാനമൊന്നും എടുക്കണ്ട, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാൽ മതി എന്നും പറഞ്ഞ് മക്കളെ നിർബന്ധിച്ച് നമ്മുടെ തന്നെ കൂടത്തിൽ നിർത്തി നമ്മൾ അവരെ പഴിച്ച് അല്ലെങ്കിൽ മാറ്റി നിർത്തി ദേഷ്യപ്പെടുകയല്ല ചെയ്യേണ്ടത്. ഈ സമയത്ത് അവർക്ക് വേണ്ടത് ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ആ സമയത്ത് അപ്പനും അമ്മയും ആ മക്കളുടെ കൂടത്തിൽ കൂടി ഒരു ഫ്രണ്ട്ലി ആയിട്ട് സ്നേഹിക്കുവാനും അവരുടെ ഒപ്പം യാത്ര ചെയ്യുവാനും അവരുടെ സാഹചര്യം മനസ്സിലാക്കി അവർക്കല്പം ചിന്തിക്കാനുള്ള സമയം, അവർക്കല്പം തീരുമാനമെടുക്കാനുള്ള സമയം, അവസരങ്ങൾ കൊടുത്ത് നമ്മൾ വളർത്തണം. അവിടെയാണ് മക്കള് സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണമെന്ന് അവരോട് തന്നെ ചോദിക്കണം. ചില മാതാപിതാക്കളുണ്ട്, മക്കളെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുപ്പിക്കുന്നത് അവരാണ്. അവർ സ്വയം തീരുമാനമെടുത്ത് മക്കളെ അങ്ങ് അടിച്ചേൽപ്പിക്കും. ജീവിതത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അപ്പനോ അമ്മയോ ആരും കൂടെ ഇല്ലാതെ വരുമ്പോൾ അവർ പതറിപ്പോകും, അവർ ഭയപ്പെടും. അവർക്ക് എന്ത് ചെയ്യണം അറിയാൻ പറ്റാതെ അവർ തന്നെ നിരാശയിലേക്ക് കടന്നു പോകും. ചിലപ്പോൾ അങ്ങനെയുള്ളവരാണ് അവസാനം ജീവിതത്തിലേക്ക് നിരാശയിലേക്കും ആത്മഹത്യയിലേക്കൊക്കെ കടന്നു പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കളെ വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, മക്കളെ കൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും തെറ്റുകൾ, അവരുടെ തെറ്റെന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം,
ഇതെങ്ങനെയാണ് നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ തെറ്റ് എങ്ങനെയാണ്, ഇത് തെറ്റാണോ, ഇല്ലെങ്കിൽ ഇത് ഭംഗിയാക്കി ചെയ്യേണ്ടത് എങ്ങനെയായിരുന്നു എന്ന് അവരെ കൊണ്ട് സ്വയം തീരുമാനമെടുത്ത് മാതാപിതാക്കൾ മക്കളെ വളർത്തുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വിവേകത്തോടുകൂടി വിജ്ഞാനത്തോടുകൂടി ജീവിക്കുവാനും അവരെ സ്വയം മനസ്സിലാക്കാനും അവർ സ്വയം തെറ്റുകൾ തിരുത്തുവാനും, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയാൽ ഓടി വന്ന് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അപ്പനുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്ന ഒരു അമ്മയുണ്ടെങ്കിൽ, മനസ്സിലാക്കുന്ന ഒരപ്പനുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു അപകടത്തിലേക്ക് ചെന്ന് ചാടുകയില്ല. അവര് ഓടി വന്ന് തെറ്റ് വന്നാലും, അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയാലും, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നാലും, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ ഓടി വന്ന് മാതാപിതാക്കളോട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം മക്കൾക്ക് നമ്മൾ കൊടുക്കണം. അതില്ലാതെ വരുമ്പോഴാണ് മക്കൾ ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക്, നമുക്കറിയാം MBBS പഠിക്കുന്നവരും ഡിഗ്രി പഠിക്കുന്നവരും നല്ല ബുദ്ധിയും കഴിവും എല്ലാ സമ്പത്തും ഉള്ളവരൊക്കെയാണ് ഇന്ന് സൂയിസൈഡ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ മാതാപിതാക്കള് മക്കളെ വളർത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മക്കളെ കൊണ്ട് ചിന്തിപ്പിക്കുവാനും പ്രവർത്തിപ്പിക്കുവാനും അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അവരുടെ കൂടത്തിൽ നമ്മളായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ തലശ്ശേരി രൂപതയിലായിരിക്കുന്ന അവസരത്തിൽ യുവതി യുവാക്കളുടെ കൂടെ ഞാൻ ഒരുപാട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും യുവതി യുവാക്കൾ ഓടി വരും, അവരെല്ലാം ഷെയർ ചെയ്യും. കാരണം അവരുടെ ജീവിതത്തിൽ ഞാൻ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുത്തു. എന്തും പറയാൻ ഓടി വരും. കോൺവെന്റിലേക്കാണെങ്കിലും ഓടി വരും. നല്ല സ്വാതന്ത്ര്യമായിട്ട് അവരകത്ത് കയറി എല്ലാം ഉണ്ടാക്കി പിറക്കി കഴിച്ച് നല്ല മിടുക്കരായി നല്ല യുവതി യുവാക്കളായിട്ട് അവര് കോൺവെന്റിൽ എന്താണ്, സിസ്റ്റേഴ്സിന്റെ ജീവിതം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഞാൻ പലപ്പോഴും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ കൂടത്തിൽ കൂടും. അപ്പോൾ അവരെല്ലാം ഷെയർ ചെയ്യും, അവരുടെ തെറ്റുകളും കുറ്റങ്ങളും അവർ സംശയങ്ങളൊക്കെ ചോദിക്കും. സിസ്റ്ററെ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? അന്നേരം പല മാതാപിതാക്കളും പറയും, നോക്കിക്കേ സിസ്റ്ററിനോട് അവരെല്ലാം പറയുന്നുണ്ട്, സിസ്റ്ററിന്റെ അടുത്തവർക്ക് എന്തൊരു സ്വാതന്ത്ര്യമാ, ഞങ്ങളാണെങ്കിൽ പറഞ്ഞാൽ ഒരു കാര്യവും ചെയ്യത്തില്ല. ഇപ്പോൾ നോക്കിയ സിസ്റ്ററിന്റെ കൂടത്തിൽ കൂടി അവരെല്ലാ കാര്യങ്ങളും ചെയ്യാൻ വിളിച്ചാൽ ഓടി വരും ആ പിള്ളേര്. എന്തുകൊണ്ടാണ്? നമ്മൾ അതിനുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും കൊടുക്കുമ്പോഴാണ്. ഈ ഒരു ഫ്രീഡം മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ആ മക്കള് ഒരിക്കലും വഴിതെറ്റി പോവുകയില്ല. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും അവർക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കൊരു നിമിഷം നമ്മുടെ മാതാപിതാക്കളായ എല്ലാവരും പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ച് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുറവുകൾ, പോരായ്മകൾ, എവിടെയെങ്കിലൊക്കെ ഞങ്ങൾക്ക് തെറ്റുകളും കുറ്റങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ ഈശോയെ അതൊക്കെ തിരുത്തി മക്കളെ സ്നേഹിക്കുവാൻ, അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെടാതെ അസ്വസ്ഥപ്പെടാതെ ഒരു നല്ല അപ്പനാകാൻ, നല്ലൊരു അമ്മയാകുവാൻ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള എല്ലാ യുവതി യുവാക്കളെയും മക്കളെയും കുടുംബജീവിതം നയിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അമ്മേ മാതാവേ, നല്ലൊരമ്മയാകാൻ, നല്ലൊരപ്പനാകുവാൻ അമ്മ ഈ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദുരിതം ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.